ചെന്നി മൂത്ത് കഴിഞ്ഞാൽ അതിപ്പോൾ നടേശനല്ല, ഏത് നാറിയ ചെറ്റകളാണെങ്കിലും ചെന്നിത്തരം പറയും. അത്രയേ ഉള്ളത്. അപ്പോൾ നമ്മുടെ നടേശൻ പറഞ്ഞ ചെന്നി അല്ലെങ്കിൽ ചെറ്റത്തരം എന്താന്ന് കേട്ടിട്ട് വരാം. രാജ്യത്തിനിടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? മലപ്പുറത്ത് ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ. വോട്ടുകുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നോക്ക വിഭാഗമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എൻ്റെ പൊന്നു നടേശ അത്തിമുത്തിയായി. പിന്നെ ചെന്നി മൂക്കുക എന്ന് പറയും. ചെന്നി എന്ന് പറഞ്ഞാൽ പ്രാന്ത്, നൊസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ നൊസ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ വായിക്കൂടെ വരുന്നൊക്കെ ചെറ്റത്തരായിരിക്കും. ഈ പട്ടിയില്ലേ, പട്ടികൾ, നമ്മുടെ നാട്ടിലെ ചെത്തല പട്ടികൾ എന്ന് പറയും. ഈ ചെത്തല പട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട്. ചെത്തല പട്ടികൾ പ്രായമാവുന്ന സമയത്ത് എനിക്ക് നൊസ് വരും. നൊസ് പറഞ്ഞാൽ പ്രാന്ത് എന്ന് പറയും കേട്ടോ. അപ്പം നൊസ് വന്നു കഴിഞ്ഞാൽ ഈ പട്ടികൾ ചിലയ്ക്കും, എന്തെങ്കിലുമൊക്കെ ചിലച്ചുകൊണ്ടിരിക്കും. അതങ്ങനെയാണ് ഈ നൊസ്. ചില പട്ടികളുണ്ട് ഈ നൊസ് പണ്ട് മുതലേ ഉണ്ടാവും, ചിലച്ചുകൊണ്ടിരിക്കും, ഭ്രാന്തായി, അത് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട്, അത് വയസ്സായി ചാവാ നേരത്ത് കുഴിയിലോട്ട് ഇങ്ങനെ കാല് നീട്ടിയിരിക്കുന്ന സമയത്ത് നൊസ് മൂത്ത് പരമ ചെറ്റത്തരം പറയുന്ന ചില പട്ടികളുണ്ട്. തന്നെ നടേശൻ ഏത് വിഭാഗത്തിൽ പെടുത്തണമെന്ന് ഇത് കാണുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഈ പറഞ്ഞ ചില നൊസ് പിടിച്ച ചെത്തല പട്ടികൾ പലതും ഒന്ന് പറയും. മലപ്പുറം അങ്ങനെയാണ്, മലപ്പുറം അങ്ങനെയാണ്, മലപ്പുറത്തുള്ളവർക്ക് ശ്വാസം മുട്ടും, അല്ലെങ്കിൽ ശ്വാസം വലിക്കാൻ പോലും പറ്റാത്തൊരു രാജ്യമാണ് മലപ്പുറം എങ്കിൽ എൻ്റെ പൊന്ന് ചെത്തല, നീ അവിടെ കിടന്നപ്പോൾ ചത്തേനെ. നീ പറഞ്ഞ പ്രത്യേക വിഭാഗം മലപ്പുറത്ത് കിടന്ന് ശ്വാസം മുട്ടി ചാവുക എന്നാണ് നീ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ ഈ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് നീ ശ്വാസം മുട്ടി ചത്തേനെടാ. എടാ നടേശ, നീ ചത്ത് മരവിച്ച് നീ പുഴുത്തേന അവിടുന്ന്. നിനക്കൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. നീ അവിടെ പോയി നീ പറഞ്ഞ ചെറ്റത്തരം മൊത്തം അവിടെ പറഞ്ഞു, നീ തിരിച്ച് നിന്റെ വീട്ടിലെത്തിയില്ലേ? അപ്പോൾ ഈ പറഞ്ഞ മലപ്പുറത്ത് ഒരു ശ്വാസം മുട്ടലും ഇല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ വിദ്യാഭ്യാസം, പ്രത്യേകം ആൾക്കാർ അവിടെ ഉള്ളത്, ഈ പ്രത്യേക ആൾക്കാർ എന്നുള്ളത് മുസ്ലിങ്ങളാണല്ലോ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ മുസ്ലിങ്ങൾ എപ്പോഴെങ്കിലും നിന്റെ വിഭാഗത്തിനെ ഈ മലപ്പുറത്ത് വെച്ചിട്ട് കൊല്ലുകയെ, ശ്വാസം മുട്ടിക്കുകയെ, പഠിക്കാൻ സമ്മതിക്കാണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു കാര്യം നിനക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരൊറ്റ കാര്യം എവിടെ അല്ലേ? അതെങ്ങനെ പറ്റും? നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ചോരയിൽ മൊത്തം ചെറ്റത്തരം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. വംശീയത, വർഗീയത എന്നൊക്കെ പറഞ്ഞ ഒരു വൃത്തികെട്ട ഒരു ഐറ്റം ഉണ്ടല്ലോ. എടാ, നീ മലപ്പുറത്തിനെ പറ്റി നിനക്ക്, ഞാൻ മലപ്പുറത്തുകാരനല്ല എങ്കിലും ഞാൻ പറയട്ടെ, ഇജ്ജ് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമുണ്ടടാ പരമനാറി. മലപ്പുറം എന്താണെന്നും മലപ്പുറത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കണമെങ്കിൽ എടാ വാഴെ, നീ മലപ്പുറത്ത് നിൽക്കണം കുറച്ചു കാലം. അപ്പോൾ നിനക്ക് മനസ്സിലാവും മലപ്പുറത്തെ ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പറഞ്ഞ മലപ്പുറത്തൊരു 68% മുസ്ലിങ്ങളുണ്ട്, ഒരു 26% അടുത്താണ് ഹിന്ദുക്കളുള്ളത്, ബാക്കി ക്രിസ്ത്യൻസും ഉള്ളത്. പിന്നെ ഈ പരമനാറി വരുന്നത് അങ്ങ് ആലപ്പുഴ എന്നാ. ഈ ആലപ്പുഴയിൽ വെറും 10% മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. ഏകദേശം 85% മുസ്ലിങ്ങൾ ഹിന്ദുക്കളുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ആലപ്പുഴ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും മുസ്ലിം നേതാവ് പറയാണ്, ആലപ്പുഴയിൽ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു, മുസ്ലിങ്ങൾ അതിൽ കൂടെ പോകാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, പെടുക്കാൻ പറ്റില്ല, തൂറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെ ഇരിക്കും? നീയൊക്കെ കിടന്ന് ഹാലിളക്കി ചാടലിടാ പരമവാഴേ ഇല്ലേ? എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതിന് മുമ്പ് നീ ഏത് രാജ്യത്താണ്, നീ ഏത് സംസ്ഥാനത്താണ്, നീ ഏത് ജില്ലയിലാണ് താമസിക്കുന്നതൊരു ബോധം നിനക്ക് വേണം, ചരിത്ര ബോധം നിനക്ക് വേണം. അല്ലാണ്ട് നിനക്ക് വെറും പരമവാഴത്തരം മാത്രം നിന്റെ മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. ഇനി ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം.
ഈ മലപ്പുറത്തിൻ്റെ സംഭാവനകൾ എന്താണെന്നുള്ളത് ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ ഉണ്ണി ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കേൾക്കുന്നതോടുകൂടി ഇവൻ്റെ അണ്ണാക്കിൽ ഇവൻ്റെ അണ്ടി തന്നെ കയറിയ അവസ്ഥ ഉണ്ടാവും. നിങ്ങളൊന്ന് കേട്ടിട്ട് പോകാം. വെള്ളാപ്പള്ളി നടേശന് മലപ്പുറത്തിന്റെ ചരിത്രം അറിയത്തില്ല, കേരളത്തിന്റെ ചരിത്രം അറിയത്തില്ല. അതൊക്കെ അദ്ദേഹം ഒന്ന് പഠിക്കണം. എന്താണ് ഈ മലപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണോ? ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ? നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലേ? ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത്? മലപ്പുറത്താണ് ജനിച്ചത്. തിരൂര്, തുഞ്ചൻപറമ്പ് അതിന്റെ സ്മാരകമാണ് അല്ലേ? നമ്മൾ ഇന്നീ പറയുന്ന ഈ ഒരു പ്രത്യേക വിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തെ ഉയർത്തിവിടുന്നത് കൊണ്ട് ആ വിഭാഗത്തിലെ പ്രമുഖരുടെ പേര് തന്നെ ഞാൻ പറയാന്നേ. ഇന്ന് മലയാളത്തിലെ ഏറ്റവും മഹത്തായ ഭക്തികാവ്യം എഴുതിയിട്ടുള്ള, ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ള പൂന്താനം നമ്പൂതിരിയുടെ സ്ഥലം ഏതാ? ഈ പറയുന്ന മലപ്പുറമാണ്. അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണീയമുണ്ടല്ലോ, അത് എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുണ്ട്. ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ്. ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ, ആ സംഗീതത്തിന്റെ ഏറ്റവും പ്രമുഖനായ വക്താവായിട്ടുള്ള ഞരളത്ത് രാമപൊതുവാൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെന്നേ. അതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാനി ആരാ? കുമാരനാശാനാണല്ലോ. കുമാരനാശാൻ SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ്. ആ കസേരയിലാണ് കേട്ടോ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കുമാരനാശാന്റെ പിൻഗാമി കൂടിയാണ്. എന്ന് മാത്രമല്ല, കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം കുമാരനാശാന്റെ പിൻഗാമി ആയതുകൊണ്ട് തന്നെ ഈ ചരിത്രവും നമ്മുടെ സംസ്കാരവും ഒക്കെ അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. കുമാരനാശാനൊപ്പം തന്നെ തലയെടുപ്പോടുകൂടി കേരളം കാണുന്ന കവിത്രയങ്ങളിൽ ഒരാളാണല്ലോ വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ്. ഈ രീതിയിൽ എത്ര വലിയ സംഭാവനകളാണ് മലപ്പുറം നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളത്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാരി എന്ന് പറഞ്ഞിട്ടുള്ള ഇടശ്ശേരി ഗോവിന്ദൻ നായരുണ്ടല്ലോ, ഈ പറയുന്ന പൂതപ്പാട്ട് എന്ന് പറഞ്ഞ കവിത എഴുതിയിട്ടുള്ള ആ ഇടശ്ശേരിയുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം കേട്ടോ. അതെ, PC കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്ന ഉറൂബ് എന്ന് പറയുന്ന മലയാള നോവൽ സാഹിത്യത്തിലെ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള ഉറൂബിന്റെ സ്ഥലമാണ് ഈ പറയുന്ന എന്താ പറയാ മലപ്പുറം എന്ന് പറയുന്നത്. ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഞാൻ ഓരോ ഭാഗമായിട്ടെന്നെ പറയുന്നത്, മലപ്പുറത്ത് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട. ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവന നൽകിയിട്ടുള്ള KCS പണിക്കരുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ്. അതേപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തനായിരുന്നു കേട്ടോ, ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആർട്ടിസ്റ്റ് നമ്പൂരി. വരയുടെ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ആർട്ടിസ്റ്റ് നമ്പൂരി. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പൊന്നാനിയാണ് വീട്. മലപ്പുറത്തുകാരനാണെന്നേ. ഇനി ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ചിന്തകരുണ്ട്. ആ 2 ചിന്തകരും വന്നത് മലപ്പുറത്തുനിന്നാണ്. ഒരാൾ EMS നമ്പൂരിപ്പാടെന്ന് അദ്ദേഹത്തിന്റെ പേര്, കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു. മലപ്പുറംകാരനാണ്. എലങ്കളം മനയാണ് അദ്ദേഹത്തിന്റെ ദേശം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത്. പിന്നെ ഒരാൾ K ദാമോദരനാണ്. ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണം നടത്തുന്നത് എവിടെയാണ്? തിരുനാവായിലാണ്. ആ തിരുനാവായ എന്ന് പറയുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്തിന് അങ്ങനെ വലിയ ചരിത്രമുണ്ട്. അത് സെക്കുലറിസത്തിന്റെ ചരിത്രമാണ്. ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് വേണം ഈ രീതിയിൽ അവിടെ പോയിട്ട് ഈ വിദ്വേഷ പ്രസംഗം നടത്താൻ. ഇനി അദ്ദേഹം പ്രസംഗിച്ചത് എന്താണെന്നറിയോ? ഒരു കാര്യം ഞാൻ പറയാം. അവിടെ ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ തൊഴിലുറപ്പിന് പകരം കേരളത്തിൽ പിന്നാക്ക വികസന കോർപ്പറേഷൻ ഉണ്ട്. പിന്നാക്ക വികസന കോർപ്പറേഷൻ. ആ പിന്നാക്ക വികസന കോർപ്പറേഷനെ കേരളത്തിൽ ഈഴവ വിഭാഗങ്ങൾക്ക് ഈ ജോലി എടുക്കാൻ, സ്വന്തമായി തൊഴിൽ കണ്ടെത്താൻ, കച്ചവടം നടത്താനൊക്കെ ഉണ്ടല്ലോ ധനസഹായം നൽകിയിരുന്നു. ആ ധനസഹായത്തിന്റെ പേരാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. ആ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലെ പ്രതിയാണെന്ന് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. ഭയങ്കര സമുദായ സ്നേഹമാണല്ലോ. ആ സമുദായത്തെ അങ്ങ് ഉദ്ധരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്താ പറ്റിയെന്നറിയോ? മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ പേരിൽ എത്ര കോടിയുടെ തട്ടിപ്പാ? 15 കോടിയുടെ തട്ടിപ്പാ. ആ 15 കോടിയുടെ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിജിലൻസ് കേസിന് പോയതാരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണെന്നേ. അതാണ് ഈ പറയുന്ന സമുദായ സ്നേഹി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഭയങ്കര സമുദായത്തിന്റെ ഉദ്ധരണത്തിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. അദ്ദേഹം തന്നെ ഈ പ്രസംഗത്തിൽ പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. ഇങ്ങോട്ടേക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ വരാറില്ല എന്ന്. ഇങ്ങോട്ടേക്കൊക്കെ എന്നെ വിളിക്കാൻ കാരണം എന്താ അറിയാം? അവിടെ ആള് കുറവാ. ഈ സംഘടനയ്ക്ക് ആൾ കുറവാ. അപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സംഘടനയ്ക്ക് ആൾ കുറവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ അവരോടുള്ള അപ്രോച്ച് ഇതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ പലപ്പോഴും വടക്കോട്ടേക്ക് യാത്രയില്ലാതിരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? മഞ്ചേരി NSS കോളേജ് ഉണ്ടല്ലോ. എത്ര കാലമായിട്ടാണ് മഞ്ചേരിയിൽ NSS കോളേജ് നിൽക്കുന്നത്? എന്താ അതിന്റെ കാര്യം? അവിടെ മറ്റേ നായർ ഭൂരിപക്ഷമുള്ള ഉണ്ടാ? അല്ല, മഞ്ചേരി എന്ന് പറയുന്നത് NSSന്റെ പ്രയോറിറ്റിയിലൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അവരവിടെ ഒരു കോളേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ അറിയണമെങ്കിൽ എടാ നടേശ, നിനക്ക് കുറച്ച് സാമൂഹ്യ ബോധം, രാഷ്ട്രബോധം, രാഷ്ട്രീയ ബോധം ഒക്കെ വേണം. അതല്ലാണ്ട് വെറും വർഗീയത, തീവ്ര വർഗീയത, ഹിന്ദുത്വ വർഗീയത മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, താനൊക്കെ വെറും ഈഴവനാണ്, ഒന്നും വൃത്തികെട്ട ഒരു ഇതാണെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലോട്ട് പണ്ട് കുത്തിവെച്ചത് പണ്ടത്തെ ജാതി, നമ്മുടെ ജാതി സമൂഹമായിരുന്നു. ആ ജാതി സമൂഹം മനസ്സിലോട്ട് കുത്തിവെച്ച് ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന നീയാണ്. അതൊക്കെ മാറി എന്നുള്ളത് ഇത്ര കാലമായിട്ടും ഈ പറഞ്ഞ പരമനാർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ കൊള്ളരുതാത്ത ആൾക്കാരായിട്ട് എന്നെ അവൻ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനികളോട് ഇട്ടു എന്നായിരിക്കും അല്ലേ? ഈ ചെറ്റ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ക്രിസ്ത്യാനികളെ പറ്റി, അതും കൂടെ കേട്ടിട്ട് പോവാം.
PC ജോർജ് അടുത്താണെങ്കിൽ മകനാണെന്നുണ്ടെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡൻ്റ് ആകാൻ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആർക്കും വേണ്ടാത്ത ആളുകളെ ഉച്ഛിഷ്ടങ്ങൾ കൊണ്ട് അടിഞ്ഞു കയറുന്ന ഒരു BJP ആയിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അങ്ങനെയുള്ളവർ വന്നുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ കിട്ടത്തില്ല. അല്ല, അങ്ങ് ആർക്കും വേണ്ടാത്ത ഉച്ഛിഷ്ടങ്ങളെന്ന് പറയുന്നത് കൃത്യമായി ആരെയാണ്? PC ജോർജിനെ എടുത്തിട്ട് എന്ത് കിട്ടി? അയാളെ കണ്ടവന് ചീത്ത പറയാൻ അറിയാമെന്നുള്ളതല്ലാതെ വേറെ എന്തറിയാതെ അയാൾ എത്ര രാഷ്ട്രീയം മാറി. അയാളുടെ വാക്ക് കേട്ട് ജനം പുച്ഛിച്ച് ഒരു സ്വന്തം പാർട്ടി ഉണ്ടായിട്ട് പോലും ആ പാർട്ടി വരെ ഉപേക്ഷിച്ച് BJP ലയിക്കേണ്ട ഗതികേട് വന്നില്ലേ? വായെടുത്ത നുണ പറയാനും ഭക്ഷണം തിന്നാനും അല്ലാതെ അങ്ങനെ വാതുറക്കാറില്ല. ഒരു നിലപാടും ഒരു കാര്യത്തിനുമില്ല. ആരെയെല്ലാം ചീത്ത പറഞ്ഞിട്ടുണ്ട്, സകലവരെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് മുസ്ലിങ്ങൾ താലോലിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മുസ്ലിമിനെ തള്ളിപ്പറഞ്ഞ്, മുസ്ലിമിനെ തള്ളി ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ ഉടനെ നേതാവാകാമെന്ന് കണക്കാക്കിയാണ് ലവ് ജിഹാദ്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് 42 പേര് ലവ് ജിഹാദിൽപ്പെടും. ആ പേര് ഇവരൊന്ന് എഴുതി പറയാം എന്ന് പ്രസിദ്ധീകരിക്കാവോ? ഇങ്ങനെ നുണ അടിക്കുകയാണ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയിൽപ്പെട്ട ചിലർക്കെല്ലാം ഇഷ്ടപ്പെട്ട്, മാത്രമല്ല BJPക്കാർക്കും ഇഷ്ടപ്പെട്ടു. BJP 44 എന്ത് കണക്ക്? അയാൾ കണക്ക് വിട്ടെ, ഇന്ന വീട്ടിലെ ഇന്നയാൾ മുസ്ലിങ്ങൾ ലവ് ജിഹാദിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്ത് ഈ പറയുന്നത് ശരിയാണെന്ന് പറയാം. അന്ന് അത് പറയുന്നതോടൊപ്പം ക്രിസ്ത്യാനികൾ ഇവിടെ ഹിന്ദുക്കളെ എന്തുമാത്രം മതം മാറ്റുന്നു. അതെന്താ പറയാത്തത്? ഈ ലവ് ജിഹാദ് ഒരാളെ കൊണ്ടുപോയ കാര്യമാണ്. ക്രിസ്ത്യാനി സമൂഹത്തിൽ എല്ലാ ക്രിസ്ത്യാനി വിഭാഗമെന്ന് ഞാൻ പറയില്ല, പ്രത്യേകം ബന്ധുക്കോസ് വിഭാഗം, അവർ ക്രിസ്ത്യാനികളെ തന്നെ അവരെടുക്കണം. മറ്റു വിഭാഗത്തിന് ഹിന്ദുക്കളെ വീടുകൾ കുടുംബസഹിതം 100 കണക്കിന് ആളുകളെ മതം മാറ്റുന്നുണ്ട്. അതെന്താ PC ജോർജ് പറയാത്തത്? അപ്പോൾ BJPയെ സൂചിപ്പിക്കാൻ. പക്ഷേ അതുകൊണ്ട് ദേശീയ കൗൺസിലിൽ 70 പേരാ 30 പേരാ ചേർന്നതിൽ ഒരാളായിട്ട് സീറ്റ് കിട്ടി. എന്തൊരു ഗതികേടാണ്. ഇനി മകനുണ്ട്, മകനും കിട്ടും. ഇവരെ കിട്ടിയതുകൊണ്ട് ഈ BJPക്ക് എന്താ പറയാനും? ക്രിസ്ത്യാനികളെ കിട്ടാൻ ഇവരെ കാണേണ്ടവരെ കാണുകയും കൂട്ടേണ്ടവരെ കൂട്ടുകയും അല്ലാതെ ഇവരുടെയൊക്കെ പുറകെ കിടന്നുകൊണ്ട് ഒരു കാരണവശാലും ഒരു ക്രിസ്ത്യാനിയും BJP വരികയില്ല. BJPക്ക് അവരുടേതായ ക്രിസ്ത്യാനിക്ക് അവരുടേതായ ചില ആവശ്യങ്ങൾ കാണും. അത് കാണേണ്ടവരെ കാണണം. അത് PC ജോർജ് കൊണ്ടുവന്ന ഏതെങ്കിലും കൂടെ നിന്നാ എത്ര പേരെ ആക്കി? MP ആക്കി, മന്ത്രിയാക്കി, PC തോമസിനാക്കി, വല്ലതും കിട്ടിയ കണ്ണന്താനാക്കി. എത്ര ക്രിസ്ത്യാനി വന്ന്? ഇപ്പോൾ ഒരാളുണ്ട്, ജോർജ് പാവമാണ്. ഈ പാവമായതുകൊണ്ട് പാവമായാണ്. ഈ ആരെ കിട്ടി? കേട്ടല്ലോ, ഇവൻ ഇതാണ്. ഇവൻ മറ്റ് ഹിന്ദു അല്ലെങ്കിൽ അല്ലാത്ത മറ്റ് ഏതൊരു വിഭാഗത്തിനും ഇവൻ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന ഒരു പാരസൈറ്റാണ് ഇവൻ. അതായത് സ്വന്തം ബിസിനസ് വളരാൻ, സ്വന്തം ബിസിനസ് നന്നാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സമുദായത്തിൽ തന്നെ ഇരുന്ന് ചെറ്റത്തരം പറഞ്ഞിട്ട് അവരുടെ തന്നെ ചോര ഒറ്റി കുടിക്കുന്ന, മറ്റ് മതസ്ഥരുടെ ചോര ഒറ്റി കുടിക്കുന്ന ഒരു പ്രത്യേക തരം പാരസൈറ്റാണ് ഈ പറഞ്ഞ നടേശൻ. ഈ നടേശൻ ചലച്ചുകൊണ്ടിരിക്കും. 88 വയസ്സായി, അത്യമുത്തിയ ഏതെങ്കിലും സമയത്ത് ചത്ത് പണ്ടാരടങ്ങി കുഴിയിലോട്ട് പോകണമെന്നാണ് ബാക്കിയുള്ള ആൾക്കാർ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ആലോചിക്കുന്നത്. എന്തോ പടച്ചോലിങ്ങനെ ഇട്ടിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ ചെറ്റത്തരം പറയാനായിരിക്കും. ഇവൻ്റെ ഒരു മനസ്സിലിരിപ്പ് അറിയിച്ച് തരാൻ വേണ്ടിയിട്ടായിരിക്കും പടച്ചോൻ ഇവനെങ്ങനെ ഇട്ടിട്ടുള്ളത്. എന്താണെങ്കിലും വേണ്ടില്ല, അതൊക്കെ പടച്ചോനും അവനും തമ്മിലായിക്കോട്ടെ. നിങ്ങൾ കേട്ടല്ലോ മലപ്പുറത്ത് എന്താണ് എടാ പരമനാറി, നീ ഒരു കാര്യം കൂടെ പറഞ്ഞു. മലപ്പുറത്ത് വിദ്യാഭ്യാസം, എടാ വൃത്തികെട്ട ചെറ്റേ, നീ ഒന്ന് മലപ്പുറത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കണക്കെടുത്ത് നോക്ക്. പണ്ട് ശരിയായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു കൂടുതൽ വിദ്യാഭ്യാസം കാര്യം കുറവായിരുന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ 100% SSLCയിലും +2ലും വാങ്ങിച്ച സ്കൂൾസിൻ്റെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മലപ്പുറം ഫസ്റ്റ്. ഏറ്റവും കൂടുതൽ മെഡിക്കൽ എൻട്രൻസ്, എൻജിനീയറിങ്, അതുപോലെ തന്നെ സകലമാന ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സാംസ് വരുന്ന സമയത്ത് അതിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുക മലപ്പുറമാണ്. ഇവിടെ മുസ്ലിങ്ങളെ മാത്രം കയറ്റുന്ന ആരും പറഞ്ഞിട്ടില്ല. ഈ സ്കൂളുകളിൽ എവിടെയും വന്നിട്ടില്ല മുസ്ലിങ്ങൾക്ക് മാത്രം എൻട്രി എന്നില്ല. നിന്റെ ഈ സമുദായം അവിടെ കൊണ്ട് കയറ്റ്, അവിടെ കൊണ്ട് ചേർത്ത്, ആരും നിന്നെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നില്ല. പിന്നെ പഠിക്കുന്ന തോന്നണം, അതായത് പഠിക്കണം തോന്നല് നിന്റെ സമുദായം ഉണ്ടാക്കേണ്ടത് നീയൊക്കെ അങ്ങ് ജനറൽ മറ്റേ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആ സമുദായം നീ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അല്ലാണ്ട് നിന്റെ വയറിങ്ങനെ വീർപ്പിച്ച് വെച്ച് അതും കയ്യിൽ പിടിച്ച് നടന്ന് ഈ തിന്ന പൈസൻ്റെ അല്ലെ തിന്ന ഈ ഫുഡിൻ്റെ ഇതുണ്ടല്ലോ, മറ്റേ സാധനം എല്ല് കുത്തിട്ട് പള്ളയെ കുത്തിട്ട് അതും പിടിച്ച് നടക്കുന്ന നിന്നെ പോലത്തെ ചെറ്റകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയേ ഉള്ളൂ.
അതറിയണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം. AC കാറിൽ ആഡംബര വീട്ടിൽ ഇരുന്നിട്ട് പള്ളയും കയ്യിൽ പിടിച്ചിട്ട് നീ 4 നേരം മൃഷ്ടാനം മോചിച്ച് അങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാവില്ല കേട്ടോ. ഓരോ സാധനങ്ങൾ ഇറങ്ങിക്കോളും. മലപ്പുറത്തിനെ കുറ്റം പറയും, മലപ്പുറത്തിനല്ല മുസ്ലിങ്ങളെ നിനക്ക് കുറ്റം പറയണ്ട. അതാണ് നിന്റെ കുത്തിക്കഴപ്പ് എന്ന് പറയും. നിന്റെ കുത്തിക്കഴപ്പ് മുസ്ലിങ്ങൾക്ക് മേലുള്ളതാ നടേശ, അല്ല വേറെ ഒന്നുമല്ല. അത് മനസ്സിലാകാത്ത ചോറ് തന്ന മനുഷ്യന്മാരല്ല ഈ നാട്ടിലുള്ളത് കേട്ടല്ലോ. എവിടെ നിന്ന് വരുന്നടാ നീയൊക്കെ? നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട നേരം കൊണ്ട് നിന്റെ തന്തക്കും തള്ളക്കൊക്കെ വേറെ വല്ല പഠിക്കും പോയിരുന്നെങ്കിൽ